നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് ശേഷം ഘട്ടം ഘട്ടമായി വിമാന സർവീസുകൾ പുനരാരംഭിക്കുമ്പോൾ പ്രവാസികളെ തേടിയെത്തുന്നത് ഏറ്റവും നിർഭാഗ്യകരമായ ഒരു വാർത്തയാണ്. രാജ്യത്തെ ആഭ്യന്തര വിമാന സർവീസുകളുടെ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് പരിധി ഉയർത്തി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം രംഗത്തെത്തി. ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് ബാൻഡിൽ 5% വർധനമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വർഷം രണ്ടാമത്തെ തവണയാണ് സർക്കാർ ടിക്കറ്റ് നിരക്ക് പരിധി ഉയർത്തുന്നത്. ഫെബ്രുവരിയിലാണ് ആദ്യം നിരക്കുയർത്തിയതായുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നത്. അതേസമയം ഏറ്റവും കൂടിയ ടിക്കറ്റ് നിരക്ക് പരിധി മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. വിമാനത്തിന്റെ ഇന്ധന വിലയിൽ തുടർച്ചയായ വർധനവുണ്ടായതിനാലാണ് ടിക്കറ്റ് നിരക്ക് ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചതെന്നാണ് ലഭ്യമാക്കുന്ന വിവരം. ദിവസേനയുള്ള യാത്രക്കാരുടെ എണ്ണം 3.5 ലക്ഷം കടന്നാൽ വിമാന സർവീസുകളുടെ 100% പ്രവർത്തനങ്ങൾക്കായി ഈ മേഖല തുറന്നേക്കുമെന്നും മന്ത്രാലയം അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുമുണ്ട്. വിവിധ സംസ്ഥാനങ്ങൾ നിർബന്ധിത RT-PCR പരിശോധന ഏർപ്പെടുത്തിയതും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതുമാണ് ഇതിന് കാരണമായി പറയപ്പെടുന്നത്. ആയതിനാൽ തന്നെ ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങളുടെ പരിധി നിലനിർത്താൻ തീരുമാനിച്ചതായും വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി ട്വിറ്ററിൽ കുറിച്ചു. ATF വില ഉയർന്നതിനെ തുടർന്നാണ് ഫെബ്രുവരിയിൽ ആഭ്യന്തര വിമാന സർവീസുകളുടെ താഴ്ന്നതും ഉയർന്നതുമായ ടിക്കറ്റ് നിരക്ക് പരിധി ഉയർത്തിയത്. 10 മുതൽ 30% ടിക്കറ്റ് നിരക്ക് പരിധി വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ വർഷം മെയ്യിൽ ഷെഡ്യൂൾ ചെയ്ത ആഭ്യന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിമാന കാലാവധിയുടെ അടിസ്ഥാനത്തിൽ 7 ബാൻഡുകളിലൂടെ വിമാന സർവീസുകൾ പരിധി നിശ്ചയിച്ചിരുന്നു. 40 മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള ആദ്യ ബാൻഡിലെ കുറഞ്ഞ നിരക്ക് 2000 നിന്ന് 2310 ആക്കിയും ഉയർന്ന നിരക്ക് 6000 നിന്ന് 7800 ആക്കിയും ഉയർത്തുകയായിരുന്നു. 40 തുടങ്ങി 60 മിനിറ്റ്, 60 തുടങ്ങി 90 മിനിറ്റ്, 90 തുടങ്ങി 120 മിനിറ്റ്, 120 തുടങ്ങി 150 മിനിറ്റ്, 150 തുടങ്ങി 180 മിനിറ്റ്, 180 തുടങ്ങി 210 മിനിറ്റ് എന്നിങ്ങനെയുള്ള മറ്റ് 6 ബാൻഡുകളിൽ യഥാക്രമം 2800 തുടങ്ങി 9800, 3300 തുടങ്ങി 11700, 3900 തുടങ്ങി 13000, 5000 തുടങ്ങി 16900, 6100 തുടങ്ങി 20400, 7200 തുടങ്ങി 24200 എന്നിങ്ങനെയാണ് കുറഞ്ഞതും കൂടിയതുമായ നിരക്കുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.